said this nation can become a satellite to Russia any time Russia desires. ഈ രാജ്യം റഷ്യയെ ആശ്രയിക്കേണ്ടി വരും, ഏത് സമയത്തും റഷ്യ അഭിലാഷപ്പെടുകയാണ്. Where are we at? അപ്പോൾ നാം എവിടെയായിരിക്കും? You'll buy Elvis Presley's records and stay home from church to hear We Love Susie one of these days. നിങ്ങൾ എൽവിസ് പ്രസ്ലിയുടെ ശബ്ദരേഖകളെ വാങ്ങിച്ചും കൊണ്ട് പള്ളികളിൽ നിന്നും വീടുകളിൽ ചെന്നിരുന്ന് സുസിയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഗാനം ഈ നാളുകളിൽ ശ്രദ്ധിക്കുകയാണല്ലോ. You're weighed in the balance and found wanting. നിങ്ങൾ തുലാസിൽ തൂക്കപ്പെട്ട് കുറവുകൊണ്ടിരിക്കുന്നു. What's happened? സംഭവിക്കുന്നത് എന്താണ്? There's a handwriting on the wall. ഭിത്തിയിന്മേൽ ഒരു കൈയെഴുത്തുണ്ട്. The Russians put up a Sputnik that we can control nothing about it, 500 miles off of the earth. നമ്മെ കൊണ്ട് യാതൊന്നും നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ റഷ്യ ഭൂമിയിൽ നിന്നും 500 മൈലുകൾ മുകളിലായി ഒരു ബഹിരാകാശ പേടകം സ്ഥാപിച്ചിരിക്കുന്നു. And could put a half a dozen of them over the United States in the next 30 minutes. അടുത്ത 30 മിനിറ്റിൽ അവയിൽ അരഡസൻ അമേരിക്കൻ ഐക്യനാടുകൾക്ക് മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് and call in and say surrender or be a bunch of ashes in a few minutes. കീഴടങ്ങുവൻ അല്ലെങ്കിൽ ചില മിനിറ്റിൽ ശാമ്പലാകുമെന്ന് വിളിച്ചു പറയാനിടയുണ്ട്. They can do it. അവർക്കത് ചെയ്യുവാൻ സാധിക്കും. There isn't nothing that we can do to stop them. നമ്മൾ യാതൊന്നുമില്ല. It's in their hands. A bloodless, heartless, ungodly communist. ദയവില്ലാത്ത ക്രൂരന്മാരായ ദൈവവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകളിൽ അവയെല്ലാം ഉണ്ട്. That's what God uses to make sin come to light. പാവം വെളിച്ചത്തിൽ കൊണ്ടുവരുന്നതിലേക്കായി ദൈവം ചെയ്യുന്നത് ഇങ്ങനെയാകുന്നു. Certainly is. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ. If you read the Bible, Russia's got to do that according to the Revelations. All right? You prophecy teachers might differ from that, but just wait till it's over. നിങ്ങൾ തിരുവെഴുത്ത് വായിക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം അനുസരിച്ച് റഷ്യ അങ്ങനെ ചെയ്യണം. ശരി തന്നെ. പ്രവചന പ്രബോധകരായ നിങ്ങൾ ഇതിൽ വ്യത്യസ്തരായിരിക്കാം. എന്നാൽ ഇതിന്റെ ആദ്യന്തം വരെ കാത്തിരിക്കുക. Russia is put here for that very purpose. The Bible said so. ആ ഉദ്ദേശത്തിനായിട്ടാണ് റഷ്യയെ വച്ചിരിക്കുന്നത്. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു. Now, here she is with a Sputnik. ഇപ്പോൾ ബഹിരാകാശ പേടകവുമായി അവൾ ഇവിടെ ഉണ്ട്. We tried to fire one the other night. We thought we was going to do just as much as they did. മറ്റൊരു രാത്രി നാം ഒന്നിനെ വെടിവയ്ക്കുവാനായി ശ്രമിച്ചു. അവർ ചെയ്തിരിക്കുന്നതിനേക്കാളും അല്പം കൂടുതലായി ചെയ്യാമെന്ന് നാം വിചാരിക്കുകയാണ്. Rose 3 foot off the ground and fizzled out. ഭൂമിയിൽ നിന്നും 3 അടി ഉയർന്ന് ദുർബലമായി അത് അവസാനിച്ചതേയുള്ളൂ. Too much rock and roll and sin. മദ്യപാന കൂത്തും പാപവും പെരുകിപ്പോയി. We're weighed in the balance and found wanting. നാം ത്രാസിൽ തൂക്കപ്പെട്ട് കുറവ് കണ്ടിരിക്കുന്നു. God be merciful. കരുണയുണ്ടാകണമേ. What are we going to do? നാം എന്ത് ചെയ്യുവാൻ പോകുന്നു? What would happen if they'd send those Sputniks up with those missiles and say, ക്ഷേപണികളോടുകൂടെ ആ ബഹിരാകാശ പേടകങ്ങളെ മുകളിലേക്ക് അയച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? surrender or become a pile of dust in 5 minutes? കീഴടങ്ങുവൻ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ഒരു പൊടിപടല കൂമ്പാരമായി തീരും. Of course our government to save life would surrender. തീർച്ചയായും ജീവരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഭരണകൂടം കീഴടങ്ങുക തന്നെ ചെയ്യും. That's the only thing they could do. അതൊന്ന് മാത്രമാണ് ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. Then what would happen? There's some of you Americans. അമേരിക്കക്കാരിൽ ചിലരായ നിങ്ങൾക്ക് പിന്നെ എന്താണ് സംഭവിക്കുക? All of us in here, not here, but I mean nationally speaking. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇല്ലാത്തവരും തന്നെ. എന്നാൽ ഞാൻ ദേശീയമായ രീതിയിലാണ് പറയുന്നത്. ദേശീയമായി സംസാരിക്കുന്നു. You little smart alecks of girls that run along with your little lips painted up like some kind of a rosebud. ചുണ്ടുകളിൽ റോസാമുട്ടുകളെ പോലെ ഒരുതരം ചായം തേച്ചുകൊണ്ട് നെടുകെ ഓടിക്കൊണ്ടിരിക്കുന്ന ചുറ്റും ചുറുചുറുപ്പ് കൂടിയ പെൺകുട്ടികളെ, and would laugh at a preacher on the corner preaching the gospel. സുവിശേഷം പ്രസംഗിക്കുന്ന ഉപദേശിയെ നോക്കി നിങ്ങൾ മൂലയ്ക്ക് നിന്ന് ചിരിക്കുകയാണല്ലോ. And you little teenager that think you got more gumption and you got intelligence you control. അല്ലയോ ചെറുപ്പക്കാരി, നിയന്ത്രിക്കാനുള്ള കാര്യഗ്രഹണ ശക്തിയെക്കാളും കൂടുതൽ ധീരത നിനക്കുണ്ടെന്ന് നീ വിചാരിക്കുകയാണ്. What's going to happen to you, Papa, that sits home at night with Mama and watches the television?
while Junior's in the hot rod. മകൻ ഹോട്ട് റോഡ് എന്ന ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോടൊത്ത് രാത്രിയിൽ ടെലിവിഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പിതാവേ, നിനക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? Sister's down at the canteen somewhere and she's down there doing a rock and roll. സഹോദരിയാണെങ്കിൽ താഴെ ഭോജനശാലയിൽ എവിടെയെങ്കിലും ഇരുന്ന് മദ്യപാന കൂത്ത് നടത്തുകയായിരിക്കാം. And you're watching the television and making fun of the gospel. നീയാണെങ്കിൽ ടെലിവിഷനെ ശ്രദ്ധിച്ചുകൊണ്ട് സുവിശേഷ വേലക്കാരനെ അവഹേളിക്കുകയാണ്. What's going to happen to you, church member? സഭാംഗമേ, നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? What's going to be your outcome? നിന്റെ അനന്തരഫലം എന്താവാൻ പോകുന്നു? You may have your name on every book or the biggest church in the city. നഗരത്തിലുള്ള വലിയ സഭയുടെ എല്ലാ പുസ്തകങ്ങളിലും നിന്റെ പേരുണ്ടായിരിക്കാം. But unless you're under the security of the blood of the Lord Jesus, എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് കീഴിൽ നിനക്ക് സുരക്ഷിതം ഇല്ലെങ്കിൽ you'll perish with those who will perish. നശിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ നശിക്കുന്നതാണ്. There's no hope for you. നിനക്ക് യാതൊരു പ്രത്യാശയുമില്ലല്ലോ. What's going to happen? സംഭവിക്കാൻ പോകുന്നത് എന്താണ്? There's a Sputnik up there. ഒരു ബഹിരാകാശ പേടകം മുകളിലുണ്ട്. And what would happen? The nation would surrender, of course. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? നിശ്ചയമായ രാജ്യം കീഴടങ്ങും. That's the only decent thing the government could do. ഈ ഭരണകൂടത്തെ കൊണ്ട് കഴിയുന്ന അന്തസ്സായ കാര്യം അത് മാത്രമാണ്. Then what happens? Wave after wave of shiploads of soldiers. അനന്തരം എന്താണ് സംഭവിക്കുക? നിരനിരയായി പട്ടാളക്കാരെ നിറച്ചുകൊണ്ട് കപ്പലും Wave after wave of airplanes would land in this nation. നിരനിരയായി ആകാശ വിമാനങ്ങളും ദേശത്ത് വന്നിറങ്ങും. The women would be ravished in the streets. സ്ത്രീകൾ വീതികളിൽ മാനഭംഗപ്പെടുത്തപ്പെടാം. What would you do? It belongs to them. അവർക്കിത് സ്വന്തമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? Kicked out of your home, they'll take it over. നിന്നെ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയിട്ട് അതിനെ അവർ കൈവശമാക്കും. What will happen to you young girls and you young men and all of you at that time? യുവതികളെ, യുവാക്കന്മാരെ, നിങ്ങളെല്ലാവർക്കും അന്ന് എന്താണ് സംഭവിക്കുക? Sin has to be paid for. പാപത്തിന് ശമ്പളം കൊടുക്കപ്പെടണം. No matter what nation it is or who it is that does it individually, our nation. അത് ഏത് രാജ്യമായിരുന്നാലും ശരി, അത് ആരായിരുന്നാലും ശരി, അത് ചെയ്താകണം. വ്യക്തിയായാലും രാഷ്ട്രമായാലും തന്നെ It's going to be paid for. ശമ്പളം നൽകുവാൻ പോവുകയാണ്. And a bunch of brutal, ungodly, whiskered-jawed, communistic soldiers would grab your wives and ravish them, your young girls. ഒരു കൂട്ടം മൃഗീയരും ദൈവവിശ്വാസമില്ലാത്തവരുമായ കൊമ്പൻ മീശയോട് കൂടിയ കമ്മ്യൂണിസ്റ്റ് പട്ടാളക്കാർ നിങ്ങളുടെ ഭാര്യമാരെയും യുവതികളെയും തൂക്കിയെടുത്തുകൊണ്ട് ചെന്ന് മാനഭംഗം ചെയ്യുന്നതായിരിക്കും. And you'd stand and like it. There's nothing you can do about it. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ചെയ്യുവാൻ കഴിയാതെ നിങ്ങൾ അതുപോലെ തന്നെ നിൽക്കും. What causes that? അതിന് കാരണം എന്താണ്? Because you have listened to such stuff as these television programs on rock and roll and sin. എന്തുകൊണ്ടെന്നാൽ മോശമായ കാര്യങ്ങളായ ടെലിവിഷൻ പരിപാടികളെയും മദ്യപാന കൂത്തുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് പാപം ചെയ്യുന്നത് കൊണ്ട് തന്നെ. And some cold formal preacher not able to interpret the supernatural. മാമൂലനുസരിച്ച് തണുത്തുപോയ ചില സുവിശേഷ വേലക്കാർക്ക് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായുള്ളവയെ വ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്നില്ല. The handwritings on the wall. കൈയെഴുത്ത് ഭിത്തിയിലുണ്ട്. Right. അത് ശരി തന്നെ. We are weighed in the balance and found wanting. നാമോ തുലാസിൽ തൂക്കപ്പെട്ട് കുറവ് കണ്ടിരിക്കുന്നു. When could that take place? അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? Before daylight in the morning. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ. Who's going to stop it? ആരാണ് അതിനെ തടുത്തു നിർത്തുവാൻ പോകുന്നത്? Try. ശ്രമിച്ചു നോക്കുക. The Bible says it'll happen. അത് സംഭവിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നുവല്ലോ. Well, let me tell you, that'll never touch the church of the living God. We'll be gone by that time. എന്നാൽ ഞാനിത് പറയുവാൻ അനുവദിക്കുക, ജീവിക്കുന്നവനായ ദൈവത്തിന്റെ തിരുസഭയെ അതിന് ഒരിക്കലും തൊടുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നാം പോയി കഴിഞ്ഞിരിക്കും. So, friend, listen. If that thing is so close and we see the handwriting on the wall. അതുകൊണ്ട് പ്രിയരെ ശ്രദ്ധിപ്പിൻ.
അത് വളരെ സമീപിച്ചു വരികയാണെങ്കിൽ ഭിത്തിയിലെ കൈയെഴുത്ത് നാം കാണുക തന്നെ ചെയ്യും. There's nothing can stop this thing from happening now. അത് സംഭവിക്കുന്നതിൽ നിന്നും അതിനെ തടുത്തു നിർത്തുവാൻ അപ്പോൾ യാതൊന്നിനും കഴിയുകയില്ല. America's been preached to, the supernatural's been done. അമേരിക്കയിൽ അത് പ്രസംഗിക്കപ്പെടുന്നു, പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായത് നടക്കുകയാണ്. And continually they wade right on over the top of it. അതിന്റെ മുകളിൽ കൂടെ അവർ വളരെ വിഷമിച്ച് തുടർച്ചയായി കടന്നു പോവുകയാണ്. Go to a country somewhere and hold a revival and have 40 converts in a week. മറ്റേത് രാജ്യങ്ങളിലും ചെന്ന് ഉണർവയോഗങ്ങൾ നടത്തി ഒരാഴ്ചയ്ക്ക് 40 വരെ മാനസാന്തരപ്പെടുത്തുവിൻ. You can go back in 6 weeks, you don't have 4. 6 ആഴ്ച കഴിഞ്ഞ് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 പേർ കൂടെ കിട്ടുകയില്ല. The old pond has been saying dry. വലയിട്ട് മീൻ പിടിക്കുന്നതിന് ആ പഴയ കുളം വരണ്ടിരിക്കുകയാണ്. God just has so many He's elected. തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്പം കൂടുതൽ പേർ ദൈവത്തിനുണ്ട്. And when the last one's in, that closes the door. And it's over. അവസാനമായിട്ടുള്ള ഒരാൾ അകത്തേക്ക് വരുമ്പോൾ വാതിലടയ്ക്കുകയും അത് അവസാനിക്കുകയും ചെയ്യും. Then there's nothing left but judgment when mercy has been spurned. കരുണയെ പുച്ഛിച്ച് തള്ളിക്കളയുമ്പോൾ ന്യായവിധിയല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല. Here we are at the end of the road. നാം ഇവിടെ റോഡിന്റെ അവസാനത്ത് വന്നിരിക്കുകയാണ്. The supernatural's being done. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായവ നടന്നുകൊണ്ടിരിക്കുന്നു. It's been laughed at and made fun of. അത് പുച്ഛിച്ച് നിന്ദിക്കപ്പെടുന്നു. And the last thing, God has come in His own power and His own beloved Son. അവസാനമായിട്ട് ദൈവം തന്റെ സ്വന്തം ശക്തിയോടും തന്റെ പ്രിയപുത്രന്റെ ശക്തിയോടും വന്ന് To work through His church, and they say it's spiritualism or the devil. തന്റെ സഭയിൽ കൂടി പ്രവർത്തിക്കുന്നു. അതിനവർ മരിച്ചവരുടെ ആത്മാവെന്നും ഭൂതമെന്നും പറയുകയാണ്. What else can be left but judgment? ന്യായവിധിയല്ലാതെ മറ്റെന്താണ് ശേഷിക്കുക? And here's the handwriting on the wall. ഭിത്തിയിലെ കൈയക്ഷരം ഇവിടെയുണ്ട്. But if that is that close, and any teacher knows that the church goes in the rapture before the tribulation sets in. എന്നാൽ ആ അവസാനം അത് തന്നെയാകുന്നുവെങ്കിൽ പീഡനം ആരംഭിച്ചു കഴിയുമ്പോൾ അതിനു മുമ്പായി സഭ ഉൽപ്രാവണത്തിലേക്ക് പോകും എന്ന വസ്തുത ഏതൊരു ഉപദേഷ്ടാവിനും അറിയാവുന്നതാണ്. So if that is that close could happen before morning, what about the rapture? അതുകൊണ്ട് ആ അവസാനം അത് തന്നെയാകുന്നുവെങ്കിൽ പ്രഭാതത്തിന് മുമ്പ് അത് സംഭവിക്കുന്നു. ഉൽപ്രാവണത്തെ കുറിച്ച് എന്താണ്? It's closer than that. അത് അതിന് തൊട്ട് മുമ്പായിരിക്കും നടക്കുന്നത്. Oh, blessed be the name of the Lord. ഓ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. The coming of the Lord is at hand. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. The writing is written, and it is written in the Bible, and we're living to see it. എഴുത്ത് എഴുതപ്പെട്ടിരിക്കുന്നു, അത് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അത് കാണുവാനായി നാം ജീവിക്കുന്നു. Will you, by the persuasion of my voice, receive Jesus Christ this hour? എന്റെ പ്രേരണയുടെ ശബ്ദത്താൽ നിനക്കിപ്പോൾ ഈ സമയത്ത് യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ മനസ്സുണ്ടോ? Repent and be baptized, said Peter, every one of you, in the name of Jesus Christ. എങ്കിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. For the remission of sins, and you shall receive the gift of the Holy Ghost. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി തന്നെ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. For the promises to you and to your children, and to them that's far off. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണല്ലോ. For there's not another name given under heaven among men whereby ye must be saved. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. Unless you're Christ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരല്ലാത്ത പക്ഷം you can be Methodist, Baptist, Pentecostal, Nazarene, Catholic. You're lost until you become of Christ. നിങ്ങൾ മെത്തഡിസ്റ്റുകാരോ ബാപ്റ്റിസ്റ്റുകാരോ പെന്തേക്കോസ്തുകാരോ നസ്രയരോ കത്തോലിക്കരോ ആരുമാകട്ടെ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകുന്നില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരാകുന്നു. And Christ comes into you. It's the new birth by the Holy Spirit. നിങ്ങൾക്കുള്ളിൽ ക്രിസ്തു വരുമ്പോൾ പരിശുദ്ധാത്മാവാലുള്ള പുതിയ ജനനം അത് തന്നെയാകുന്നു. Receive Him tonight while we pray. നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിൽ തന്നെ അവനെ ഏറ്റുകൊള്ളുവിൻ. With your heads bowed,
നിങ്ങൾ തലവണക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. I just wonder this. How many in here that knows that this great thing would happen? ഞാനിതിൽ ആശ്ചര്യപ്പെടുകയാണ്. ഇവിടെ ഉള്ളവരിൽ എത്ര പേർക്കാണ് ഈ ശ്രേഷ്ഠമായ കാര്യം സംഭവിക്കുമെന്നറിയാം? You may go to bed tonight with your wife, and in the morning she'll be gone. ഈ രാത്രിയിൽ നിങ്ങൾ ഭാര്യയുമായി കിടക്കയിലേക്ക് പോകാം. പ്രഭാതത്തിൽ അവൾ പോയി കഴിഞ്ഞിരിക്കും. You, father and mother, may kiss your little ones to sleep tonight, and tomorrow morning the little bed be empty. മാതാപിതാക്കളെ, ഈ രാത്രിയിൽ നിങ്ങളുടെ കൊച്ചുകിടാങ്ങളെ ചുംബിച്ചും കൊണ്ട് അവരെ ഉറക്കിയേക്കാം. നാളെ പ്രഭാതത്തിലോ ആ ശിശുവിന്റെ കിടക്ക ശൂന്യമായിരിക്കും. And you run down the street to find out what happened to Mrs. Jones. She's gone too. മിസ്സിസ് ജോൺസിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടറിയുവാനായി നിങ്ങൾ വീതിയിലേക്ക് ഓടുമായിരിക്കാം. അവളും പോയി കഴിഞ്ഞിരിക്കും. The rapture is at hand. ഉൽപ്രാവണം ആസന്നമായിരിക്കുന്നു. The Bible is plainly given. തിരുവെഴുത്തിൽ അത് വ്യക്തമായി നൽകപ്പെട്ടിരിക്കുന്നു. And in this meeting, while you have the chance, ഈ യോഗത്തിൽ യാദൃച്ഛ്യമായിട്ടൊരു അനുകൂലാവസരം നിങ്ങൾക്കുണ്ടായിരിക്കുമ്പോൾ, as men of intelligence and women of intelligence, why don't you heed to that call in your heart? നിങ്ങളൊരു കാര്യഗ്രഹണ ശക്തിയുള്ള മനുഷ്യരായിരിക്കാം, അല്ലെങ്കിൽ കാര്യഗ്രഹണ ശക്തിയുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിളിയെ നിങ്ങളുടെ ഉള്ളിൽ വകവയ്ക്കാതിരിക്കുന്നത്? And say, Lord God, fill me with that eternal life. കർത്താവായ ദൈവമേ, ആ നിത്യജീവനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറവിൻ. Because of your spirit is still an intellectual conception, you're earthbound. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആത്മാവ് ഇനിയും ബുദ്ധിപരമായ ആശയരൂപീകരണത്തിലാകുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്താൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്നു. But the Spirit of God that come out of heaven comes into your heart and gives you the Holy Spirit in you. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വരുന്നതായ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവിനെ പ്രദാനം ചെയ്യുന്നു. When the tribulation comes, the Spirit, Holy Spirit, goes back to its Maker, and you go with it. പീഡനകാലം വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിങ്കിലേക്ക് തന്നെ വാങ്ങിപ്പോവുകയും നിങ്ങൾ പീഡനത്തിലേക്ക് പോവുകയും ചെയ്യും. No matter how religious you are, it won't go unless there's something in there to take you. നീ എത്ര തന്നെ ഭക്തിയുള്ളവനായിരുന്നാലും എടുക്കപ്പെടുന്നതിനായി നിന്നിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ നീ പോവുകയില്ല. How many tonight with your heads bowed, when the face of this message would raise your hands to the Christ and say, ഈ സന്ദേശത്തിന് മുമ്പാകെ നിങ്ങൾ തലവണക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയിൽ എത്ര പേരാണ് ക്രിസ്തുവിനായി കൈകൾ ഉയർത്തി, God, fill me with your Holy Spirit. ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറയുന്നത്? And if you should come, I want to go with you. അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ അങ്ങയോട് കൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നു. Would you raise your hand? നിങ്ങളുടെ കൈ ഉയർത്തുകയില്ലേ? God bless you just all over the church. സഭയിലെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Literally 200 or more hands up in the air. അക്ഷരാർത്ഥത്തിൽ 200-ൽ പരം കൈകൾ മുകളിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. Sinner friends, if you've never accepted Christ, would you at this time raise your hand and say, Lord Jesus, be merciful to me? പാപിയായ സ്നേഹിത, നീ ഇതുവരെയും ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സമയമെങ്കിലും കൈ ഉയർത്തി കർത്താവായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയില്ലേ? God bless you, lady. God bless you over here. You back there. മാന്യമായ സ്ത്രീയെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ മുകളിൽ ഇരിക്കുന്ന നിന്നെയും പുറകിലുള്ള നിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Someone else? ഇനി ആരെങ്കിലും ഉണ്ടോ? Just remember me, Lord. God bless you over here. Down here, the Lord be with you. കർത്താവെ, അവിടെ നിന്ന് എന്നെ ഓർക്കണമേ. ഇവിടെ മുകളിൽ ഇരിക്കുന്ന നിന്നെയും താഴെ ഇരിക്കുന്ന നിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. Remember me, oh Lord. കർത്താവെ, അവിടെ നിന്ന് എന്നെ ഓർക്കണമേ. My eyes have just been opened. എന്റെ കണ്ണുകൾ അല്പം തുറക്കപ്പെട്ടിരിക്കുന്നു. I realize that maybe I've professed to be a Christian for a long time. ദീർഘകാലമായിട്ട് ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെട്ടിട്ടും ഇപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. But I'll never know what it is to be born again. വീണ്ടും ജനനത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. I've never received the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ ഇതുവരെ പ്രാപിച്ചിട്ടുമില്ല. Therefore, except the man be born again, he will in no wise
enter into the kingdom, or cannot even see the kingdom. ആകയാൽ ഒരുവൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഏത് കാരണവശാലും അവൻ സ്വർഗരാജ്യത്ത് കടക്കുകയില്ല, അഥവാ സ്വർഗരാജ്യം കാണുക പോലുമില്ല. Would you raise your hand and say, "Be merciful to me, O Holy Spirit"? നീ നിന്റെ കൈ ഉയർത്തി, പരിശുദ്ധാത്മാവേ അവിടുന്ന് എന്നോട് കരുണ തോന്നണമേ. And when you come to the church, take me. അവിടുന്ന് തന്റെ സഭയ്ക്കായി വരുമ്പോൾ എന്നെയും എടുക്കണമേ എന്ന് പറയില്ലേ? God bless you, lady. But someone else, remember me. Oh, God bless you, sir. God bless you, lady. മാന്യമായ സ്ത്രീയെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓ ദൈവമേ, അവിടുന്ന് എന്നെ ഓർക്കണമേ എന്ന് പറയുവാൻ ആരെങ്കിലും കൂടെ ഉണ്ടോ? സാർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാന്യമായ സ്ത്രീയെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. Remember me, oh God. God bless you here, young fella. ഓ ദൈവമേ, അവിടെ നിന്നെ ഓർക്കണമേ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. God bless you over there, lady. Back there, young lady. Back in you, back there, lady. മുകളിലിരിക്കുന്ന മാന്യമായ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പുറകിലിരിക്കുന്ന മാന്യമായ സ്ത്രീയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Be merciful to me, oh God, when I see the handwritings on the wall. ഓ ദൈവമേ, അവിടെ നിന്നോട് കരുണ തോന്നണമേ. ഭിത്തിയിലെ കൈയെഴുത്ത് ഞാൻ കണ്ടപ്പോൾ I'm intelligent enough, say, to see that what has been said out of the Bible tonight. ഈ രാത്രിയിൽ തിരുവെഴുത്തിൽ നിന്നും അറിയിച്ചത് എന്താണെന്ന് അറിയുവാനുള്ള ബുദ്ധിശക്തി എനിക്കുണ്ട്. That this is a repeat of history. അത് ചരിത്രത്തെ ആവർത്തിച്ചതാണല്ലോ. We're at the end. There's nothing can help. നാം അന്ത്യനാളുകളിലാകുന്നു. യാതൊന്നിനും നമ്മെ സഹായിപ്പാൻ കഴിയില്ല. The thing that's going to destroy the world is in the hands of sinful man. ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്നതിനുള്ള സാധനം പാപിയായ മനുഷ്യന്റെ കൈകളിലുണ്ട്. There's just a few more. കുറച്ചു പേർ കൂടെ ഉണ്ട്. You might be the last one that's ordained to come to Christ. അവസാനമായിട്ട് ക്രിസ്തുവിലേക്ക് വരുന്നതിനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നീയായിരിക്കാം. When that last one comes, judgment strikes. അവസാനമായുള്ള ആൾ വന്നു കഴിയുമ്പോൾ ന്യായവിധി ആഞ്ഞടിക്കുന്നതാണ്. Lacking one thing yet, that might be you. ഇനിയും ശേഷിച്ചിരിക്കുന്നത് നീ ഒരുവൻ മാത്രമായിരിക്കാം. Will you receive him tonight while we wait? നാം നോക്കിയിരിക്കുന്ന ഈ രാത്രിയിൽ തന്നെ നീ അവനെ സ്വീകരിക്കില്ലേ? Some 20-30 hands has been up. ഏകദേശം 20 അല്ലെങ്കിൽ 30 കൈകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. Now, we have no place here to make an altar call, to bring the people to the front here, because we don't have any place. അൾത്താരയിലേക്ക് വിളിക്കുവാനുള്ള സ്ഥലം നമുക്കിവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരാം. കാരണം സ്ഥലമില്ലായ്മ തന്നെ. But I'm going to ask you, surely. എന്നാൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ പോവുകയാണ്. Oh, be sincere and listen to the voice of warning. മുന്നറിയിപ്പിന്റെ ശബ്ദം ശ്രദ്ധിച്ചും കൊണ്ട് ആത്മാർത്ഥതയുള്ളവരായിരിക്കും. Be sincere and ask Christ right where you're sitting. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആത്മാർത്ഥതയോടെ ക്രിസ്തുവിനോട്, Lord, be merciful to me, a sinner, and receive me ere I pass beyond the veil of mercy. കർത്താവേ, അവിടുന്ന് പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. കരുണയുടെ മൂടുപടത്തിനപ്പുറം ഞാൻ കടക്കുന്നതിന് മുമ്പേ അവിടുന്ന് എന്നെ സ്വീകരിക്കണമേ. Before I send my day of grace away, be merciful to me, Lord. And He will do it. മുമ്പേ ഞാൻ പാപം ചെയ്തു, എനിക്കുള്ള കൃപയുടെ ദിവസം ദൂരെയായിരിക്കുന്നുവല്ലോ. കർത്താവേ, അവിടുന്ന് എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുവീൻ. അവൻ അങ്ങനെ ചെയ്യുന്നതാണ്. Now pray like that while I pray with you. ഞാൻ നിങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ നിങ്ങളും പ്രാർത്ഥിപ്പിൻ. Blessed Lord, we are standing in a terrible condition tonight. വാഴ്ത്തപ്പെട്ടവനായ കർത്താവേ, ഈ രാത്രി ഒരു ഭയാനമായ സ്ഥിതിയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. As we read your word and know that most any hour the radios could flash. അവിടുത്തെ തിരുവചനം ഞങ്ങൾ വായിച്ചപ്പോൾ ഏത് സമയത്തും ആ റേഡിയോകൾ മിന്നിത്തിളങ്ങുവാനിടയുണ്ട്. And the rock and roll bands are going to sing near my God to thee. അപ്പോൾ മദ്യപാനപ്പൂത്തിന്റെ സംഗീതക്കാരും നിന്നോടുകൂടെ അടുക്കട്ടെ എൻ ദൈവമേ എന്ന് പാടിയേക്കാം. But it's too late then. Judgment is struck. എന്നാൽ വളരെ താമസിച്ചു പോയിരിക്കുന്നു. ന്യായവിധി ആഞ്ഞടിച്ചേക്കും. Missiles are pointed at us. ക്ഷേപണികൾ നമുക്കെതിരെയായി വയ്ക്കപ്പെട്ടിരിക്കുന്നു. Destruction by miles after miles, by tons after tons of
of earth-sweeping atomic energies and so forth that would set the whole world afire. മൈലുകൾക്കപ്പുറം മൈലുകൾ, ടണ്ണുകൾക്കപ്പുറം ടണ്ണുകളായി നാശം ഭവിപ്പാൻ പോവുകയാണ്. ഭൂമിയെ തൂത്തു തുടച്ചു കൊണ്ടുപോകാനുള്ള അണ്വായുധ ഊർജലങ്ങൾ തുടങ്ങിയവ സർവ്വലോകത്തിനും നേരെ വയ്ക്കപ്പെട്ടിരിക്കുന്നു. And it's in the hands of sinful man. അത് പാപിയായ മനുഷ്യന്റെ കൈകളിൽ തന്നെ ഉണ്ട്. And the Bible said that that's the way it'll happen. അങ്ങനെയാണ് അത് സംഭവിക്കുമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. And we see the handwriting on the wall. ഭിത്തിയിലെ കൈയെഴുത്ത് നാം കാണുന്നുവല്ലോ. Oh Lord God, I'm insufficient to try to bring a message like this to a people. കർത്താവായ ദൈവമേ, ഇതുപോലൊരു ദൂത് ആളുകൾക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതിന് ഞാൻ മതിയായവനല്ല. I feel how little I am standing here to try to handle such a subject. ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ശ്രമിപ്പാനും ഇവിടെ നിൽക്കുന്നവനായ ഈ ഞാൻ വളരെ ചെറിയവനാണെന്ന് എനിക്കറിയാം. But will you forgive me for my part of not being able to do it? അങ്ങനെ ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന എന്റെ കർത്തവ്യം അവിടുന്ന് ക്ഷമിക്കണമേ. But somehow from my heart I ask you to sink the message the way you would have it into their heart. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഈ ദൂത് അവരുടെ ഹൃദയങ്ങളുടെ അന്തർഭാഗങ്ങളിൽ അവിടുത്തെ ഹിതപ്രകാരം അടിഞ്ഞു ചേരുന്നതിനായി ഹൃദയംഗമായി ഞാൻ അപേക്ഷിക്കുകയാണ്. For I do see the hour approaching. And be merciful, God, and save each one and fill them with the Holy Spirit. സമീപിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു. കരുണയുണ്ടാകുമാറാകണമേ ദൈവമേ, ഓരോരുത്തരെയും രക്ഷിച്ച് പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. And may they be your children, divinely wrapped in your goodness. ഇവർ അവിടുത്തെ മക്കളാകുന്നുവല്ലോ, അവിടുത്തെ സ്വർഗീയ നന്മകളാൽ ഇവരെ വലയം ചെയ്യണമേ. And receive security from the Lord Jesus. കർത്താവായ യേശുവിൽ നിന്നുമുള്ള സുരക്ഷിതത്വം പ്രാപിപ്പാൻ തന്നെ. For our nation is not secure. എന്തെന്നാൽ ഞങ്ങളുടെ രാഷ്ട്രം സുരക്ഷിതമല്ല. We thought we were. So did the Babylonian kingdom think so. അവിടെ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ബാബിലോണ്യ രാഷ്ട്രം വിചാരിച്ചിരുന്നത് പോലെ തന്നെ. But all the time there was a wicked nation working. എന്നാൽ ഏത് സമയത്തും ഒരു ദുഷ്ടലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. And there's been a wicked nation working, and so now we know that they're ahead of us. ഒരു ദുഷ്ടലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവ നമുക്ക് മുന്നിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോഴാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. And we're at their mercy. അവരുടെ കരുണയിലാണ് നാം കാണപ്പെടുന്നത്. Lord, the church is at your mercy. കർത്താവേ, തിരുസഭ അവിടുത്തെ കരുണയിലാണല്ലോ കാണപ്പെടുന്നത്. They will destroy, but you will take your church. അവർ നശിപ്പിക്കും, എങ്കിലോ സഭയെ അവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുമല്ലോ. Oh Lord, take us into your care tonight. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുത്തെ സംരക്ഷണത്തിൽ എടുക്കുമാറാകണമേ. And bless us for Jesus' sake, and in His name we pray. Amen. യേശു നിമിത്തം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.